ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവല്ലയിൽ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാനില്ലെന്ന പരാതിക്ക് പിന്നാലെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. കവിയൂർ സ്വദേശി അനീഷ് മാത്യുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റീനയെയും 2 പെൺകുഞ്ഞുങ്ങളെയും കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ്. ശ്രീരാജ്, ഈ കുട്ടികളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമുള്ള അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? രജീഷ്, കുടുംബ വീട്ടിൽ വെച്ചാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കവിയൂർ സ്വദേശി അനീഷ് മാത്യുവിനെയാണ് ഇന്ന് വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഏകദേശം 2 ആഴ്ചയോളമായി ഇപ്പോൾ കാണാതായിട്ട്. ഈ ഭാര്യയുടെ സഹോദരൻ പുളിക്കേഴ് പോലീസ് സ്റ്റേഷനിലടക്കം പരാതി നൽകിയിരുന്നു ഇവരെ കാണാനില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇതിനെല്ലാം തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് നിലവിൽ ഇയാൾ ആത്മഹത്യ ചെയ്യാൻ കാരണമായത് എന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. പോലീസ്, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ കാണാതായതിന്മേലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നടക്കം ഇദ്ദേഹവുമായി മരിച്ച അനീഷ് മാത്യുവുമായി നിരന്തരം ഇവർ കാണാതായതിനെ പറ്റിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം അനീഷ് മാത്യു വലിയ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അനീഷ് മാത്യുവിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ഭാര്യയെയും മക്കളെയും കാണാതായിട്ട് ഇപ്പോൾ 2 ആഴ്ച പിന്നിടുന്നു. അതിന്മേലുള്ള മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ പോലീസ് ഇത്തരത്തിൽ നിരന്തരം ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവരങ്ങൾ ആരായുന്നതുമായി ബന്ധപ്പെട്ട് അനീഷ് മാത്യുവുമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇതിന്മേലെല്ലാമുള്ള മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമായത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ അനീഷും ഭാര്യയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏറെക്കാലമായി. ബന്ധുക്കൾ ഇടപെട്ട് അതിൽ പരിഹാരം കാണാറും ഉണ്ടായിരുന്നു പതിവായിട്ട്. എന്തായാലും ഈ ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്നാണ് റീനയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും വീട് വിട്ടിറങ്ങിയത് എന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അനീഷ് മാത്യുവിനെ കുടുംബ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രജീഷ്.